എറണാകുളത്തിന്റെ മലയോര മേഖലയിലേക്കാണ്. കോതമംഗലം കഴിഞ്ഞ 2 തവണയായി LDF ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കോതമംഗലം. ഇത്തവണ ആ ട്രെൻഡ് തുടരുമോ? ആന്റണി ജോൺ കോതമംഗലം നിലനിർത്തുമോ? ഷിബു തെക്കുംപുറം ഇത്തവണയും മത്സരിക്കുന്നു. NDAക്ക് വേണ്ടി അജി നാരായൺ BDSന്റെ സ്ഥാനാർത്ഥിയാണ് ഇറങ്ങുന്നു. ആന്റണി ജോണിന് നിലനിർത്താൻ കഴിയുമോ കോതമംഗലം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥികൾ തന്നെയാണ് UDFന്റെയും LDFന്റെയും അതേ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. യെസ്, ആന്റണി ജോൺ തുടർച്ചയായി ജയിച്ചു വരുന്ന കോതമംഗലത്തെ ഇത്തവണ എന്ത് സംഭവിക്കും? നമുക്ക് ആ റിസൾട്ട് ഒന്ന് കണ്ടുവരാം. അതിനുശേഷം കോതമംഗലത്തെ കുറിച്ചൊരു ചർച്ച ആവശ്യമാണ്. അട്ടിമറി. കോതമംഗലം ഇത്തവണ UDF തിരിച്ചു പിടിക്കും. 48.12. ഷിബു തെക്കുംപുറം ലീഡ് ചെയ്യുന്നു 5.44%. 42.68 ആന്റണി ജോൺ താഴുന്നു. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ UDF തിരിച്ചു പിടിക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ചില മേഖലകളിൽ സിറ്റിംഗ് MLAയോടുള്ള ഒരു വിപ്രതിപത്തി ഒരു ഘടകമാകുമെന്ന് തോന്നുന്നു. കോതമംഗലം നമ്മൾ എല്ലാ മണ്ഡലത്തിൽ നിന്നും, ഇപ്പം എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും, അവിടുത്തെ വാരപ്പട്ടി, നെല്ലിക്കുഴി, കോതമംഗലം നഗരസഭ, കവളപ്പ, എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും, കുട്ടമ്പുഴ, എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും നമ്മൾ സാമ്പിൾ ശേഖരിച്ച, കാരണം നമ്മുടെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റിലും വളരെ ക്ലോസ് ടൈറ്റ് ഫൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. അപ്പോൾ തുടക്കം തൊട്ടേ അവിടെ മൊത്തത്തിൽ ലോക്കൽ ബോഡിയിലൊക്കെ വലിയ മുൻതൂക്കം UDFനുണ്ട്. സ്വാഭാവികമായിട്ട് എറണാകുളം ജില്ലയിൽ ഒരു UDFനുണ്ടാകുന്ന ഒരു മുൻതൂക്കം കോതമംഗലത്തും പ്രതിഫലിക്കുന്നു. കോതമംഗലം ഒരു UDF പ്രോ മണ്ഡലമാണ്. അത് ആന്റണി ജോണിന്റെ ഒരു DYFI നേതാവ് എന്നുള്ള നിലയിൽ ചരിത്രം പരിശോധിക്കുമ്പം TU കുരുവിളയ്ക്ക് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നു. അപ്പോൾ അന്ന് ആന്റണി ജോൺ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയാവുന്നു. അന്ന് TU കുരുവിള സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ആന്റണി ജോൺ ജയിച്ചു വരുന്നു. പിന്നീട് അത് ഷിബു തെക്കുംപുറം കഴിഞ്ഞ പരാജയപ്പെടുമ്പോഴും വലിയ മാർജിനൊന്നും പരാജയപ്പെടുന്നില്ല. 6000 വോട്ടുകൾക്കാണ് അന്ന് 2020 മത്സരിക്കുന്നു. അവിടെ PJ ജോസഫിന്റെ മരുമകൻ വന്ന് മത്സരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എറണാകുളം ജില്ലയിൽ നമ്മളിപ്പോൾ പരിശോധിച്ചപ്പോൾ മൂവാറ്റുപുഴ എടുത്തപ്പോൾ, കുന്നത്തുകാട് എടുത്തപ്പോൾ, നമ്മൾ മറ്റു വൈപ്പിൽ ഈ മത്സരം പൊതുവെ എറണാകുളം ജില്ലയിൽ UDFന് അനുകൂലമായ ഒരു ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ കോതമംഗലത്ത് അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും ഉള്ള ഒരു സ്ഥലമാണ്. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഫക്റ്റ്? മുൻകാലങ്ങളിൽ ആന്റണി ജോണിന് വിജയിക്കാൻ പറ്റിയതിന്റെ പ്രധാന ഘടകങ്ങളിലെ നെല്ലിക്കുഴി പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തുകളെ മുസ്ലിം വോട്ടുകളാണ്. ഇതുപോലെ കിട്ടിയാൽ ഒരു പക്ഷേ റിസൾട്ട് 5 എന്നുള്ളത് മാറാം. ആ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ ഒരു പക്ഷേ റിസൾട്ട് മാറിയേക്കാം. പക്ഷേ 5.8 എന്ന് പറയുന്നത് നിലവിൽ UDFന് ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള സാധ്യത. എറണാകുളത്ത് ഒരു വലിയ UDF സ്വീപ്പിന്റെ സൂചനയാണോ ഈ വരുന്നത് എന്നറിയില്ല. LDFന്റെ എറണാകുളം ജില്ലയിലെ ഒരു സിറ്റിംഗ് സീറ്റ് കൂടി. ഇന്നലെ നമ്മൾ കുന്നത്തുനാടിന്റെ കാര്യം പറഞ്ഞു. ഇന്നിപ്പോൾ കോതമംഗലത്തിന്റെ കാര്യം പറയാണ്. കോതമംഗലം LDFന് നഷ്ടമാകുന്ന ഒരു പാറ്റേൺ കാണിക്കുന്നു. സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നുകൂടി എറണാകുളത്ത് നിന്ന് നഷ്ടമാകുന്നു എന്നുള്ളതിന്റെ ട്രെൻഡ്, അതാണ് ആ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്.